പ്രാരംഭ ഓഹരി വിൽപ്പന നടത്തി. ഇന്ന് ഓഹരി വിപണിയിൽ കന്നി ചുവടുവച്ച ഏതർ എനർജിക്ക് പതിഞ്ഞ തുടക്കം മാത്രമേ കാഴ്ചവെക്കാൻ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ മാസാവസാനം നടന്ന IPOയിലെ ഓഹരി വില, അതായത് ഇഷ്യൂ പ്രൈസ് 304 321 ഇടയിലായിരുന്നു. ഇതിനേക്കാൾ 2.18% ഉയർന്ന 328 രൂപയിലായിരുന്നു NSEയിൽ ലിസ്റ്റിംഗ്. എന്നാൽ ഉച്ചയ്ക്ക് മുമ്പത്തെ വ്യാപാരം പുരോഗമിക്കുന്നത് 5% ഇടിഞ്ഞ് 312 രൂപയിലാണ്. ഒരു ഘട്ടത്തിൽ 308 രൂപ വരെ വില താഴ്ന്നിരുന്നു. ഇഷ്യൂ വിലയേക്കാൾ 1.5% നേട്ടവുമായി 326 രൂപയിലായിരുന്നു BSEയിൽ ലിസ്റ്റിംഗ്. വ്യാപാരം പുരോഗമിക്കുന്നത് 4% ഇടിഞ്ഞ് 311 രൂപയിലും. ഒരു വേള 308 രൂപ വരെ താഴുകയും ചെയ്തു. NSEയിൽ തുടക്കത്തിൽ 332 രൂപ വരെ ഓഹരി വില എത്തിയിരുന്നു. BSEയിൽ 333 രൂപയും പിന്നീടാണ് താഴ്ന്നത്. നിക്ഷേപകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയിലായിരുന്നു ലിസ്റ്റിംഗും. ഓഹരി വിപണിയിൽ ഇന്ന് പ്രവേശിക്കും മുമ്പ് ഗ്രേ മാർക്കറ്റിൽ വില ഇഷ്യൂ വിലയേക്കാൾ 4% കൂടുതലായിരുന്നു. എന്നാൽ പരമാവധി 2.18% വരെ പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനേ ഏതറിന് കഴിഞ്ഞുള്ളൂ. ഓഹരി ലിസ്റ്റ് ചെയ്യും മുമ്പ് അനൗദ്യോഗിക വിപണിയിൽ നടക്കുന്ന വ്യാപാരത്തിലെ വിലയാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ GMP. ഈ സാമ്പത്തിക വർഷത്തെ, അതായത് 2025-26 ആദ്യ മുഖ്യധാര IPO ആയിരുന്നു ഏതറിൻ്റേത്. 2626 കോടി രൂപയുടെ പുതിയ ഓഹരികളും നിലവിലെ ഓഹരി ഉടമകളുടെ, അതായത് പ്രൊമോട്ടർമാരുടെ 1.1 കോടി ഓഹരികളുമായ IPOയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഓല ഇലക്ട്രിക് 6145 കോടി രൂപ സമാഹരിച്ച IPOയ്ക്ക് ശേഷം നടന്ന രണ്ടാമത്തെ ഇലക്ട്രിക് വാഹന കമ്പനി IPO ആയിരുന്നു ഏതറിൻ്റേത്. മൊത്തം 2981 കോടി രൂപയാണ് IPOയിലൂടെ ഏതർ സമാഹരിച്ചത്. ലഭിച്ചത് ലക്ഷ്യമിട്ടതിനേക്കാൾ 1.43 മടങ്ങ് അപേക്ഷകൾ. മഹാരാഷ്ട്രയിലെ പുതിയ ഫാക്ടറിക്ക് മൂലധനം ഉറപ്പാക്കാനും നിലവിലെ കടങ്ങൾ വീട്ടാനും ഗവേഷണ വികസന പദ്ധതികൾക്ക് പണം ഉറപ്പാക്കാനുമാണ് IPO വഴി സമാഹരിച്ച തുക ഏതർ വിനിയോഗിക്കുക. നിലവിലെ ഓഹരി വില പ്രകാരം 11,624 കോടി രൂപയാണ് ഏതർ എനർജിയുടെ വിപണി മൂല്യം.